ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 8ാം ക്ലാസ്സിലെ ആരോഗ്യ കായിക വിദ്യാഭ്യാസം, കലാവിദ്യാഭ്യാസം, പ്രവൃത്തി പഠനം വാർഷിക മൂല്യനിർണ്ണയം 2023-24 വർഷത്തെ അഥവാ ഇന്ന് നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അവയുടെ ആൻസേഴ്സുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഓരോ സബ്ജക്റ്റ് ഓരോ വീഡിയോ ആയിട്ടാണ് അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം നമുക്ക് ആരോഗ്യ കായിക വിദ്യാഭ്യാസം നോക്കാം. ഓക്കെ കൂട്ടുകാരെ, എല്ലാവരും നന്നായിട്ട് തന്നെ എക്സാം എഴുതിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നിങ്ങൾ എഴുതിയ ആൻസേഴ്സൊക്കെ കറക്റ്റ് ആണോ എന്ന് നമുക്കൊന്ന് നോക്കാം. 1 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഓരോന്നിനും 1 സ്കോർ വീതമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം, 35ാമത് ദേശീയ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം ഏത്? മോഗ, സവാജ്, അമ്മു, അപ്പു. അമ്മു ആണ് ശരിയായ ഉത്തരം. ഇനി രണ്ടാമത്തേത്, ഏതുതരം കിരണങ്ങളാണ് സൂര്യാഘാതത്തിന് കാരണമാകുന്നത്? ഗാമ, അൾട്രാ വയലറ്റ്, ആൽഫ, റേഡിയോ. ഏതാണ്? അൾട്രാ വയലറ്റ് രശ്മികളാണ്. ഇനി മൂന്നാമത്തെ ചോദ്യം, 1882 ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ ക്രിക്കറ്റ് പരമ്പരയിൽ ഇംഗ്ലണ്ട് ആദ്യമായി ഓസ്ട്രേലിയയോട് പരാജയപ്പെട്ടത് എവിടെ വെച്ച്? ഓവൽ, മെൽബൺ, ലോർഡ്സ്, പെർത്ത്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ഓവലാണ്. നാലാമത്തെ ചോദ്യം നോക്കാം. സംസ്ഥാന കായിക ദിനം എന്ന് പറയുന്നത് സെപ്റ്റംബർ 12, ജൂലൈ 6, ഒക്ടോബർ 13, ജനുവരി 30. ഒക്ടോബർ 13 ശരിയായ ഉത്തരം, അഥവാ ഓപ്ഷൻ സി ആണ്. അഞ്ചാമത്തെ ചോദ്യം, 2014 ഇംഗ്ലണ്ടിൽ വെച്ച് നടന്ന ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന പരമ്പരയിൽ ഉൾപ്പെട്ട മലയാളി താരം ശ്രീശാന്ത്, സഞ്ജു വി സാംസൺ, ബേസിൽ തമ്പി, ടിനു യോഹന്നാൻ. ആൻസർ എന്ന് പറയുന്നത് സഞ്ജു വി സാംസൺ ആണ്. ഓക്കെ, സഞ്ജു വി സാംസൺ. ആറാമത്തെ ചോദ്യം, ഗുസ്തി പ്രോത്സാഹിപ്പിക്കുന്നതിനായി SAI നടപ്പാക്കിയ പദ്ധതി? അഗാരകൾ, NSTC, കമ്മ്യൂണിറ്റി കണക്റ്റ്, കം ആൻഡ് പ്ലേ. അഗാരകൾ എന്നതാണ് ശരിയായ ഉത്തരം. ഇന്നലെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി 7 മുതൽ 11 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓരോന്നും 2 സ്കോർ വീതമാണ്. ഏഴാമത്തെ ചോദ്യം, കം ആൻഡ് പ്ലേ എന്നാൽ എന്ത്? കം ആൻഡ് പ്ലേ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അഥവാ രാജ്യത്തെ കായിക ഭൗതിക സാഹചര്യങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ സായി കേന്ദ്രങ്ങൾ നിലകൊള്ളുന്നു. പ്രാദേശിക താരങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നത്. പ്രാദേശിക താരങ്ങൾക്ക് ഇവിടെയുള്ള സായി കോച്ചുകളുടെ കീഴിൽ പരിശീലനത്തിനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നു. 8 മുതൽ 17 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. ഓക്കെ, ഇനി 8ാമത്തെ ചോദ്യം, കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെ കായിക പദ്ധതികൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 1, നമ്മുടെ അസോസിയേഷനുകൾക്ക് ധനസഹായം നൽകുക, കോച്ചുകളുടെ സേവനം ലഭ്യമാക്കുക, സമ്മർ കോച്ചിങ് ക്യാമ്പുകൾ നടത്തുക. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട പദ്ധതികൾ എന്ന് പറയുന്നത്. ഒന്നും കൂടെ പറയാം. അസോസിയേഷനുകൾക്ക് ധനസഹായം നൽകുക, കോച്ചുകളുടെ സേവനം ലഭ്യമാക്കുക, സമ്മർ കോച്ചിങ് ക്യാമ്പ് നടത്തുക. ഇനി 9ാമത്തെ ചോദ്യം, യോഗ ചെയ്യുന്നത് കൊണ്ടുള്ള 4 ഗുണങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. യോഗ ചെയ്യുമ്പോൾ നമുക്ക് ശാരീരിക മാനസിക ക്ഷമത മെച്ചപ്പെടുത്താൻ പറ്റും. അതുപോലെ ശാരീരികവും മാനസികവുമായ ഉന്മേഷം ലഭിക്കുന്നു. സന്ധികളുടെ അയവും വഴക്കവും വർദ്ധിപ്പിക്കുന്നു. ഹൃദയ ശ്വസന ദഹന വ്യവസ്ഥകളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നു. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും 4 ഗുണങ്ങൾ എഴുതണം. ഇനി 10ാമത്തെ ചോദ്യം, ശരിയോ തെറ്റോ എന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ശരിയായ കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം. ശരിയായത്, ലാൻഡിംഗ് ചെയ്യുമ്പോൾ തറയിൽ ആദ്യം പതിക്കേണ്ടത് പാദത്തിൻ്റെ മുൻവശമാണ് എന്നത് ശരിയാണ്. അതുപോലെ തന്നെ സൂര്യാഘാതം ഏറ്റാൽ തണുത്ത വെള്ളം ഉപയോഗിച്ച് ദേഹമാസകലം തുടക്കുക എന്നതും ശരിയാണ്. മറ്റു 2ഉം തെറ്റാണ്, അഥവാ ഓപ്ഷൻ എയും ഓപ്ഷൻ സിയും തെറ്റാണ്. ഇനി 11, ഫുട്ബോൾ മത്സരത്തിൽ യെല്ലോ കാർഡ്, റെഡ് കാർഡ് എന്നിവ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. യെല്ലോ കാർഡ് നമ്മൾ ഫൗൾ ചെയ്യുന്ന കളിക്കാരന് താക്കീതായിട്ടും റെഡ് കാർഡ് കളിയിൽ ഫൗൾ ചെയ്യുന്നതിൻ്റെ കാഠിന്യം അനുസരിച്ച് കളിക്കാരനെ ആ കളിയിൽ നിന്ന് പുറത്താക്കുന്നതിനുമാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, യെല്ലോ കാർഡ് കളിക്കാരന് താക്കീത് നൽകുന്നതിന്, ഫൗൾ ചെയ്യുമ്പോൾ കളിക്കാരന് താക്കീത് നൽകും. റെഡ് കാർഡ് കളിയിൽ ഫൗൾ ചെയ്യുന്നതിൻ്റെ കാഠിന്യം അനുസരിച്ച് ചിലപ്പം കളിക്കാരനെ ആ കളിയിൽ നിന്ന് പുറത്താക്കാനും റെഡ് കാർഡ് കൊടുക്കാറുണ്ട്. ഇനി 12, 13 ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിനാണ് ഉത്തരം എഴുതേണ്ടത്. 3 സ്കോർ വീതമാണ്. ചേരുംപടി ചേർക്കുക എന്നതാണ്. അപ്പോൾ നമുക്ക് കറക്റ്റായ ആൻസർ വായിക്കാം. എ, ഫുട്ബോൾ അക്കാദമി. ഫുട്ബോൾ അക്കാദമിയുമായി ബന്ധപ്പെട്ടത് ഏതാണ്? ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം കോംപ്ലക്സ് ആണ്. ഇനി സൈക്ലിങ്ങുമായി ബന്ധപ്പെട്ടതോ? സൈക്ലിങ്ങുമായി ബന്ധപ്പെട്ടത് ഇന്ദിരാഗാന്ധി സ്പോർട്സ് കോംപ്ലക്സ് ആണ്. ഇനി ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടത് ഡോക്ടർ കോണിങ്സ് ഷൂട്ടിംഗ് റേഞ്ച് ആണ്. ഓക്കെ, ഇനി ലാസ്റ്റ് ചോദ്യം, സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ലക്ഷ്യങ്ങൾ എന്തെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്ന്. അപ്പോൾ സ്പോർട്സ് അതോറിറ്റിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്.
ഇപ്പോൾ കായിക മേഖലയുടെ ഉന്നതിയും ലക്ഷ്യമാക്കി 1982 ഏഷ്യൻ ഗെയിംസിനായി നിർമ്മിച്ച പശ്ചാത്തല സൗകര്യം സംരക്ഷിക്കാനും ഉപയോഗപ്പെട്ടു. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ 1984 ജനുവരി 25 സ്ഥാപിച്ച ഒരു സൊസൈറ്റിയാണ് സായി. മികച്ച താരങ്ങളെ കണ്ടെത്തുക, മികച്ച പരിശീലനം, അന്താരാഷ്ട്ര മത്സര പരിചയവും നൽകുക, ശാസ്ത്രീയ പരിശീലനം നൽകുക, ഉപകരണ ലഭ്യത ഉറപ്പുവരുത്തുക, ശാസ്ത്രീയമായിട്ടുള്ള പരിശീലനത്തിന് ആവശ്യമായിട്ടുള്ള കോച്ചുകളെയും അധ്യാപകരെയും സൃഷ്ടിക്കുക. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ആരോഗ്യ കായിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് കലാവിദ്യാഭ്യാസമാണ്. ഉടൻ തന്നെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാരും നന്നായിട്ട് തന്നെ എഴുതിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.